നമസ്കാരം. 2025 മെയ് 14 ദേവഗുരുവായ ബൃഹസ്പതിയുടെ, അതായത് ശുഭ്രഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശി സംക്രമണം നടക്കുകയാണ്. വലിയതും ശുഭകരമായതും ശുക്രരാശിയിലുള്ളതുമായ വ്യാഴത്തിൻ്റെ ഈ മഹാമാറ്റം, മഹാസംക്രമണം 12 കൂറുകാർക്കും ഉൾപ്പെട്ടിട്ടുള്ള ജന്മനക്ഷത്രങ്ങൾക്കും വളരെ വ്യത്യസ്തമായ ഫലങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. വ്യാഴത്തിൻ്റെ ഈ സംക്രമണം അഥവാ മാറ്റം വിവിധ രാശികളിൽപ്പെട്ട നക്ഷത്രങ്ങളെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. 2025 മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 ആണ് വ്യാഴം അഥവാ ബൃഹസ്പതി മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഈ വ്യാഴ സംക്രമണം മൂലം വിവിധ രാശികളിലും ആ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ വരുന്നുണ്ട്. 2025 വ്യാഴം 3 തവണ രാശി മാറുന്നതായി കാണാം. അതായത് മെയ് 14 ബുധനാഴ്ച രാത്രി 10:33 നിലവിലുള്ള എടവം രാശി മാറി മെയ് 15 പുലർച്ചെ 2:30 ഇടവരാശിയിൽ നിന്നും ബുധൻ്റെ ഉടമസ്ഥതയിലുള്ള മിഥുന രാശിയിലേക്ക് സംക്രമിക്കുന്നതാണ്. ശേഷം 2025 ഒക്ടോബർ 18 രാത്രി 9:30 വ്യാഴം മിഥുനം രാശി വിട്ട് ചന്ദ്രൻ്റെ ഉടമസ്ഥതയിലുള്ള കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. തുടർന്ന് ഡിസംബർ 4 രാത്രി 8:39 വ്യാഴം വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ വക്രഗതിയിലേക്ക് പിന്നിലോട്ട് സഞ്ചരിക്കുന്നതായാണ് ജ്യോതിഷ സങ്കല്പം. വ്യാഴം മഹാമാറ്റത്തിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ട് മനുഷ്യജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ അനുഭവയോഗ്യമാവുന്നു. വ്യാഴം ഏറ്റവും ശുഭകരമായ ഗ്രഹമാണ്. അറിവ്, വിദ്യാഭ്യാസം, സമ്പത്ത്, സന്താനങ്ങൾ, നിയമം, ഗുരു, ആത്മീയത, മതം, തത്വചിന്ത, സാഹിത്യം, കാര്യങ്ങളുടെ വികാസം തുടങ്ങിയ എല്ലാ ശുഭകാര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ വ്യാഴം ഭർത്താവിനെ പ്രതിനിധീകരിക്കുന്നു. ഇവയെല്ലാം തന്നെ വ്യാഴത്തിൻ്റെ അധീനതയിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വ്യാഴത്തെ ഏറ്റവും മികച്ചതും പ്രധാനപ്പെട്ടതുമായ ഗ്രഹമായാണ് ജ്യോതിശാസ്ത്രത്തിൽ കണക്കാക്കുന്നത്. പലപ്പോഴും എല്ലാ രാശിക്കാരിലും വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് വ്യാഴം സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം എത്രത്തോളം ഗുണപരമായ നേട്ടങ്ങളിലേക്ക് എത്തുന്നു എന്നത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ശത്രുവായ ബുധരാശിയിൽ വരുന്നത് പോലെ മിഥുന രാശിയിലും വ്യാഴത്തിൻ്റെ അന്തസ്സ് അല്പം നഷ്ടപ്പെടുന്നതായി കാണാം. എന്നാൽ വ്യാഴവും ബുധനും ശുഭഗ്രഹമായി തുടരുന്നതിനാൽ ഈ സംക്രമണം നിർജീവ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, വ്യാഴ ബുധ ശത്രുത സൂര്യൻ, ശനി അല്ലെങ്കിൽ ചൊവ്വ, ബുധൻ പോലെയുള്ള കടുത്ത ശത്രുതയല്ല. ഇത് വിയോജിപ്പിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ മാത്രം ശത്രുതയാണ്. അതിനാൽ തന്നെ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം ഒരു ശുഭഗ്രഹമായതുകൊണ്ട് തന്നെ ശത്രുരാശിയിൽ പോലും ഇതിന് ചില നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നു. മകരം, കുംഭം എന്നിവയിലെ പോലെ ഇത് പൂർണ്ണമായും ബുദ്ധിമുട്ടുള്ളതോ നിയന്ത്രണാത്മകമോ ആയിരിക്കില്ല. നമ്മുടെ ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളുടെയും കൂട്ടായ സ്വാധീനം അനുസരിച്ചാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രഹം ഏതെങ്കിലും രാശിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അത് നിങ്ങളെ രാജാവോ ഭിക്ഷക്കാരനോ ആക്കുകയില്ല. എന്നാൽ ഈ ഒരു ഗ്രഹത്തിൻ്റെ സംക്രമണം, അതായത് വ്യാഴത്തിൻ്റെ സംക്രമണം, തീർച്ചയായും കൂട്ടായ സ്വാധീനത്തിൽ അതിൻ്റേതായ പങ്ക് വഹിക്കുന്നതാണ്. വ്യാഴം എല്ലാ ഗ്രഹങ്ങളിലും വെച്ച് ഏറ്റവും വലുതും വിശാലവും ശുഭ്രവുമാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം ഏകദേശം 13 മാസം നീണ്ടു നിൽക്കുന്നതാണ്. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ എന്നിവയുടെ മറ്റ് സംക്രമണങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് വളരെ നീണ്ട ഒരു സമയമാണ്. അതിനാൽ വ്യാഴം പോലുള്ള ഒരു വലിയ ഗ്രഹം ഒരു വർഷത്തേക്ക് ഒരു രാശിയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ
അത് മനുഷ്യജീവിതത്തിലും പ്രകൃതിയിലും പൊതുവെ എല്ലാ ഭൂവിഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലും മനുഷ്യരിലും സർവ്വജീവജാലങ്ങളിലും വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. വ്യാഴത്തിൻ്റെ സംക്രമണം കൊണ്ട് മനുഷ്യജീവിതത്തിൽ നക്ഷത്രങ്ങളിലൂടെയുള്ള സ്വാധീനത്തിൻ്റെ ആഘാതത്തെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള ഒരു ചെറിയ ശ്രമമാണ് നാം ഇവിടെ ചെയ്യുന്നത്. ഈ വർഷത്തെ മേടസംക്രമം ഞായറാഴ്ചയും വിഷു തുലാക്കൂറിലെ ചോതി നക്ഷത്രത്തിൽ തിങ്കളാഴ്ചയും കൃഷ്ണപക്ഷത്തിൽ പ്രഥമതിഥിയിൽ വരാഹക്കരണവും വജ്രനാമ നിത്യയോഗവും കുംഭം രാശ്യോദയ സമയവും വരാഹകരണത്തിൽ മേടവിഷു സംക്രമവും കൂടാതെ വ്യാഴത്തിൻ്റെ മഹാസംക്രമണവും പരിഗണിക്കുകയാണെങ്കിൽ അഗ്നിഭയം, യുദ്ധം, ജനങ്ങൾക്ക് പലവിധത്തിലുള്ള ആപത്തുകളും ജലദൗർലഭ്യവും ഇടയ്ക്കിടെ ബഹുവർഷവും വർഷമധ്യവും അവസാനവും ധാന്യനാശവും ധനനാശവും കലഹങ്ങളും, ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ നാശവും യുദ്ധമോ യുദ്ധസമാനമോ ആയ ഭീതിയും ഇത്തവണത്തെ വിഷുഫലത്തിൽ കാണുന്നുണ്ട്. ഈ മുന്നറിയിപ്പുകളെല്ലാം തന്നെ നാം 2025 ഏപ്രിൽ 3 ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വിഷുഫലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. നമ്മുടെ വിഷുഫലം ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുന്നത് നന്നായിരിക്കും. വ്യാഴത്തിൻ്റെ നിലവിലുള്ള സ്ഥാനം എടവത്തിലാണ്, എടവം രാശിയിലാണ്. വ്യാഴത്തിൻ്റെ സംക്രമണ കാലയളവ് ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വ്യാഴം 2025 മെയ് 14 മിഥുന രാശിയിൽ പ്രവേശിക്കുകയും 2025 ഒക്ടോബർ 18 വരെ അവിടെ തുടരുകയും ചെയ്യും. തുടർന്ന് അത് കർക്കിടകത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് 2025 ഡിസംബർ 5 വീണ്ടും മിഥുന രാശിയിൽ തിരിച്ചെത്തി 2026 ജൂൺ 2 വരെ അവിടെ തുടരുന്നതാണ്. വ്യാഴം മിഥുന രാശിയിലേക്കാണ് സംക്രമം നടത്തുന്നതെങ്കിൽ ഈ വലിയ ഗുരുസ്ഥാനത്തുള്ള ഗ്രഹത്തിൻ്റെ സ്വാധീനം എല്ലാ രാശികളിലുമുള്ള നക്ഷത്രജാതരെയും സമസ്ത ജീവജാലങ്ങളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സ്വാധീനിക്കുന്നുവെന്ന് പറയാം. വ്യാഴത്തിൻ്റെ വക്രഗതി കാലയളവ്, അതായത് പ്രതിലോമ കാലയളവ് 2025 നവംബർ 11 മുതൽ 2026 മാർച്ച് 11 വരെ ആകുന്നു. അതായത് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് മിഥുന രാശിയിലേക്ക് മാത്രമേ പിന്നോട്ട് പോകൂ. ഇത് ജ്യോതിശാസ്ത്രത്തിലെ ഒരു സങ്കല്പമാണ് എന്നുള്ളത് ഒന്ന് ഓർക്കേണ്ടതാണ്. അതായത് ഈ സമയത്ത് വ്യാഴം ഭൂമിയോട് അടുത്തായിരിക്കും. അതിനാൽ ഇനി പറയുന്ന ഫലങ്ങൾ ഈ സമയത്ത് കൂടുതൽ തീവ്രതയോടെ അനുഭവപ്പെടുന്നതാണ്. വ്യാഴം വിശ്വാസ വ്യവസ്ഥകളെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായതിനാൽ നമ്മുടെ വിശ്വാസ വ്യവസ്ഥയെയോ പഠിപ്പിക്കലുകളെയോ അതുമല്ലെങ്കിൽ ഗുരുനാഥന്മാരെക്കുറിച്ചോ നാം ചിന്തിക്കേണ്ട സമയമാണ്. മിഥുനത്തിൽ വ്യാഴം ശത്രുസ്ഥാനത്താണ്. അതായത് വ്യാഴവും മിഥുനവും കർത്താവും ബുധൻ ഇരുവരുടെയും ശത്രുവുമാണ്. എന്നാൽ ശത്രുവാണെങ്കിലും വ്യാഴം മിഥുനം ബുധൻ കൂട്ടുകെട്ടിലൂടെ അധ്യാപനം, അറിവ്, നേട്ടവും അറിവ് പങ്കിടലും കൂടാതെ ആശയവിനിമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലും ഉന്നമനത്തിനുള്ള സാധ്യത ഉണ്ടാക്കുന്നു. അതിനാൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അറിവ് നേട്ടത്തിനും അറിവ് പങ്കിടലിനും ഈ സംക്രമണ സമയം വളരെ മികച്ചതാണ്. അവരവരുടെ ആവശ്യപ്രകാരവും താല്പര്യപ്രകാരവും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുന്നത് ഉദാഹരണമായെടുക്കാം. ചുരുക്കത്തിൽ മിഥുനത്തിൽ വ്യാഴത്തിന് ആളുകളെ പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ഉള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയാം. വ്യാഴ സംക്രമണ സമയത്ത് കൂടുതൽ യാത്രകളും യാത്രാനുഭവ ഫലങ്ങളും സിദ്ധിക്കുന്നതുമാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമണ സമയം നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയവിനിമയവും വിവരഫലവും വളരെ ഉയർന്നതായിരിക്കുമെങ്കിലും വിവരപ്രവാഹം വളരെയധികം വേഗത്തിലുള്ളതായിരിക്കും. ഏത് വിവരങ്ങളെ വേണമെങ്കിലും വിശ്വസിക്കുകയും നിരസിക്കുകയും ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏത് വിവരങ്ങളാണ് സ്വീകരിക്കേണ്ടത്, വിശ്വസിക്കേണ്ടത്, ഏതാണ് നിരസിക്കേണ്ടത് അഥവാ തള്ളിക്കളയേണ്ടത് എന്നെല്ലാം വളരെ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ സംക്രമണകാലം മുഴുവൻ ഈ കാര്യങ്ങൾ മനസ്സിലോർക്കുന്നത്
അതിനനുസരിച്ച് വിവേകത്തോടെ പ്രവർത്തിക്കേണ്ടത്, ഇതെല്ലാം വളരെ അഭിലഷണീയമായ കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ദശകൾ. എല്ലായ്പ്പോഴും എന്ന പോലെ തന്നെ വ്യാഴദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ വ്യാഴത്തിൻ്റെ ഈ മഹാസംക്രമണം നിങ്ങളിൽ വളരെ വലിയ സ്വാധീനം തന്നെ ചെലുത്തുന്നതാണ്. മറ്റുള്ളവർക്ക് അത് ചെയ്യില്ലെന്ന് ഇതിനർത്ഥമില്ല. ഏകദേശം 13 മാസത്തെ സമയം എല്ലാവർക്കും തന്നെ ചില ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകാൻ മതിയായ സമയമാണ്. വ്യാഴം ഓരോ രാശിയിലൂടെ കടന്നു പോകുമ്പോൾ ആ രാശിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നക്ഷത്രങ്ങളെയും സ്വാധീനിക്കുന്നു. ഫലം നമുക്ക് അതാത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവും ജ്ഞാനവും നൽകുന്നു. വ്യാഴം ഗുരുവാണ്. നമ്മെ ജീവിതാനുഭവങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും പ്രാപ്തരാക്കുന്നു. ഈ വ്യാഴ സംക്രമണത്തിൽ വ്യാഴം മാത്രമല്ല സംക്രമണം ചെയ്യുന്നത്. മെയ് 12 മുതൽ നവഗ്രഹങ്ങളിൽ പല ഗ്രഹങ്ങൾക്കും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാലയളവിൽ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായും മാറ്റം സംഭവിക്കുന്നത്. മെയ് 14 വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നു. മെയ് 15 സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് മാറുന്നു. ഇതേ സമയം രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം എന്നീ രാശികളിലേക്ക് മാറുന്നു. ഈ ഗ്രഹങ്ങളുടെ കൂട്ടായ മാറ്റം എല്ലാ രാശിക്കാർക്കും ആ രാശികളിലുള്ള എല്ലാ നക്ഷത്രങ്ങൾക്കും അനേകം ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്നു. എന്നാൽ ചില രാശിക്കാർക്ക് തുലോം വളരെയധികം ഗുണഫലമായ മാറ്റങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ത്രേതായുഗ രാശിയിൽ നിന്നും ദ്വാപരയുഗ രാശിയിലേക്കുള്ള പ്രവേശനം സംഹാര രാശിയായി മിഥുനത്തിൽ വരുന്നു. ശനി തുലാം രാശിയിൽ കൂടെ രാഹുവും വ്യാഴത്തെ ദൃഷ്ടി ചെയ്യുന്നു. നവഗ്രഹങ്ങളിൽ വലുതും സ്ഫടിക സാദൃശ്യവുമായ വ്യാഴത്തിൻ്റെ സ്ഥാനചലനം ഭൂമിയിലെ സമസ്ത ചരാചരങ്ങളിലും വിശിഷ്ടമായി മനുഷ്യജീവിതത്തിലും സുഖദുഃഖങ്ങൾ നൽകുന്നു. ഗുരു എല്ലാ ദോഷങ്ങളും പരിഹരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രവചനം. ഗുരു എന്നാൽ വ്യാഴം. ലക്ഷം ദോഷാ ഗുരോഹന്തി എന്നാണ് പ്രമാണം. ജനനായകനായ ഗുരു നിലനിൽപ്പിന് ആധാരമായ കൃത്യങ്ങൾ നിർവഹിക്കുന്നു. ആഹാരത്തെ ഊർജമാക്കുന്ന വയറിൻ്റെ 5ാം ഭാവകാരക ഗ്രഹമാണ് വ്യാഴൻ. ആദിത്യനാണ് സ്വക്ഷേത്ര ബലവാനെങ്കിലും പ്രവർത്തനക്ഷമതയിൽ ന്യൂനത വരുമ്പോൾ ഗുരു സംഹാരകനായി മാറുന്നു. ചുരുക്കത്തിൽ ഏതെല്ലാം ഗ്രഹങ്ങൾക്ക് ബലഹീനത സംഭവിച്ചാലും ഗുരുബലമുണ്ടെങ്കിൽ ശുഭഫലം പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. ജാതകത്തിൽ ധനഭാവം, സന്താനഭാവം, ഭാഗ്യഭാവം, ലാഭഭാവം, കർമ്മഭാവം എന്നിവയുടെ കാരകത്വം ഗുരുവിനാണ്. കാലപുരുഷൻ്റെ ഭാഗ്യഭാവവും വ്യയഭാവവും ഗുരുവിനാണ്. ഒരാളെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ഗുരുവിന് കഴിയും. ശനി ഇപ്പോൾ തുലാം രാശിയിൽ രാഹുവിനോട് ചേർന്ന് ന്യായാധിപനെ പോലെ കള്ളത്തിന് കൂട്ടുനിൽക്കാതെ അധർമ്മികളിൽ അധർമ്മികളെ ശിക്ഷിക്കുന്നു. ശനി സാവകാശം ഉപദ്രവിക്കുമെങ്കിലും വ്യാഴം പെട്ടെന്ന് നീതി നടപ്പാക്കുന്നു. അതാണ് ഗുരു. ഗുരു ശനി രാഹുബന്ധം ആയതിനാൽ വ്യാഴത്തിൻ്റെ ഫലനഷ്ടം രോഗപ്രതിരോധ ശക്തി ഇല്ലാതാക്കുന്നു. തെറ്റായ തീരുമാനങ്ങളെടുത്ത് കർമ്മപഥത്തിലെത്തും. താൻ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കും. കരൾ രോഗം, പ്രമേഹം, ഓജക്ഷയം തുടങ്ങിയ രോഗമുള്ളവർക്ക് രോഗം മൂർച്ഛിക്കുന്നതായി കാണാം. കൂടാതെ വ്യാഴത്തിന് ബലമില്ലാത്തവർക്കും ഈ സമയത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വ്യാഴവും കുജനും ഒരുമിച്ച് മിഥുനം രാശിയിൽ നിൽക്കുന്നത് വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാക്കാം. വ്യാഴം ഈ മഹാസംക്രമണത്തിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി ചോതി നക്ഷത്രത്തിലും വിശാഖത്തിലുമായി സഞ്ചരിക്കുന്നു. രാഹു വിശാഖത്തിലാണ് സഞ്ചരിക്കുന്നത്. കേതു ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു യോഗമാണ്. പരസ്പരം ദൃഷ്ടി ചെയ്യുന്നവരാണ്. 11 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നല്ല ഫലങ്ങൾ നൽകുന്ന ശനിയും രാഹുവും കേതുവും വ്യാഴവും മിഥുനൻ രാശിയിൽ വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ വ്യാഴ സംക്രമണം, വ്യാഴത്തിൻ്റെ മഹാമാറ്റം ജ്യോതിശാസ്ത്രപരമായി ഒരു മഹാസംക്രമണം തന്നെയാണ്. വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
വ്യാഴം, സൂര്യൻ, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ഈ മഹാസംക്രമണം 12 രാശികളിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിലും ഏറ്റവും അധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളെയും രാശികളെയുമാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഇടവം രാശി, കാർത്തിക അവസാന 1/4 ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ചവർക്ക്. വ്യാഴത്തിൻ്റെ ഭാവം 2ാം ഭാവമാണ്, അതായത് സമ്പത്ത്, സംസാരം, കുടുംബം. വ്യാഴത്തിൻ്റെ വശങ്ങൾ 6ാം ഭാവത്തിലാണ്, കടം, രോഗം, ശത്രുക്കൾ. കൂടാതെ 8ാം ഭാവത്തിൽ പരിവർത്തനം, അനന്തരാവകാശം. 10ാം ഭാവത്തിൽ കരിയർ, മറ്റു കർമ്മമണ്ഡലങ്ങൾ എന്നിവ ശ്രദ്ധിക്കേണ്ടുന്നത് തന്നെയാണ്. ധനകാര്യം, കുടുംബം, സംസാരം, മൂല്യവ്യവസ്ഥകൾ തുടങ്ങിയവയും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. വ്യാഴഗ്രഹത്തിൻ്റെ സ്വാധീനം: സമ്പത്ത് ശേഖരിക്കൽ, കുടുംബ പിന്തുണ, മെച്ചപ്പെട്ട ഭക്ഷണശീലങ്ങൾ, മുതിർന്നവരിൽ നിന്നുള്ള അമിതമായ ചെലവുകൾ അല്ലെങ്കിൽ പരസ്പരം വിരുദ്ധമായ ഉപദേശങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കരിയറിലും ബിസിനസ്സിലും ദീർഘകാല പദ്ധതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലിയിലോ ബിസിനസ്സിലോ ഉള്ള സ്ഥിരത തക്കതായ ലാഭവും പ്രതിഫലവും നൽകുന്നതാണ്. ധനകാര്യം: സ്ഥിരമായ വരുമാനം, ആസ്തികൾ സൃഷ്ടിക്കുവാനുള്ള നല്ല സമയമാണ്. എന്നാൽ വായ്പകളിൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. ആരോഗ്യം: ദഹനത്തിലും തൊണ്ടയുടെ ആരോഗ്യത്തിലും പരിപാലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. സമീകൃതാഹാരം വളരെ പ്രധാനമാണ്. വ്യക്തിജീവിതം: നിങ്ങൾക്കുള്ള കുടുംബ പിന്തുണ വളരുന്നു. വൈകാരിക സ്ഥിരത ഗ്രഹത്തിലെ നിലവിലുള്ള ബന്ധങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു. ഈ വ്യാഴമാറ്റത്തോടെ സാമ്പത്തിക വളർച്ച, ജീവിത പങ്കാളി, സന്താനങ്ങൾ, കുടുംബകാര്യങ്ങൾ എന്നിവയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും മാറുന്നു. സ്വത്ത് അല്ലെങ്കിൽ അനന്തരാവകാശം സംബന്ധിച്ച തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ബുദ്ധിപൂർവം പണം നിക്ഷേപിക്കുന്നതിനും അനുയോജ്യമായ സമയമാണ്. എന്നാൽ 6, 8, 10 എന്നീ ഭാവങ്ങളിലെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചില ആരോഗ്യ പ്രശ്നങ്ങളെയും ജോലി, ബിസിനസ്, കർമ്മമണ്ഡലങ്ങളിലെ മത്സരത്തെയും വിവേകത്തോടെ നേരിടാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ഭക്ഷണശീലങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇനി വ്യാഴ സംക്രമണ ഫലങ്ങൾ വളരെ വിശദമായി. ഈ വ്യാഴ സംക്രമണത്തിൽ ഇടവം രാശിക്കാർ വിവിധ മാർഗങ്ങളിലൂടെ പണം ലാഭിക്കുന്നതിനും കുടുംബകാര്യങ്ങളെ പരിപാലിക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ്. കൂടാതെ വ്യാഴം വികാസത്തെ പ്രതിനിധീകരിക്കുന്നത് പോലെ സമ്പത്ത് വിപുലീകരിക്കുവാനും കഴിയുമെന്നത് കാണിക്കുന്നു. പുതിയ വഴികൾ പഠിക്കുകയും സമ്പത്ത് സംരക്ഷിക്കുന്നതിന് പ്രവർത്തിക്കുകയും ചെയ്യുവാനുള്ള കഴിവ് ഉണ്ടാക്കുന്നു. ഇത് കുടുംബത്തിലും മറ്റ് സാമ്പത്തിക രംഗങ്ങളിലും വിപുലീകരണം കൊണ്ടുവരുന്നു. ഒരു വിവാഹത്തിലൂടെയോ ഒരു സന്താന ജനനത്തിലൂടെയോ കുടുംബത്തിൽ വിപുലീകരണം ഉണ്ടാകുന്നതാണ്. കുടുംബം അല്ലെങ്കിൽ വംശത്തിൽ നിന്നുള്ള നേട്ടങ്ങളും പ്രാപ്തമാകുന്നതാണ്. വിദ്യാഭ്യാസം, അധ്യാപനം, കൗൺസിലിംഗ് എന്നിവ നിങ്ങളുടെ സമ്പത്തിൻ്റെ ഉറവിടമായി കാണുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നടത്തുവാൻ കഴിയുന്നത് പോലെ തന്നെ കുടുംബജീവിതത്തിലും മെച്ചപ്പെട്ട വഴികൾ കണ്ടുപിടിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. വളരെ എളുപ്പമായ മാർഗങ്ങളും സമയബന്ധിതമായ പ്രവർത്തന ശൈലിയും വ്യാഴത്തിൻ്റെ 2ാമത്തെ വീട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സഹായിക്കുന്നു. കുടുംബത്തോടൊപ്പമുള്ള ഫലപ്രദമായ ദൂരയാത്രകൾ ചെയ്യുവാനും ജീവിതം ആസ്വദിക്കുവാനും സാധിക്കുന്നു. കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന പണം, സ്വത്ത് എന്നിവ തിരിച്ചു കിട്ടുന്നതാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ പൂർവികരുടെ ബിസിനസ്സിൽ വിജയം, കൂടാതെ പൂർവിക സ്വത്തുക്കൾ ലഭിക്കുന്നു. ഗൃഹത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കുന്നതാണ്. കൂടാതെ എല്ലാ രംഗങ്ങളിലും തന്നെ ഈ വ്യാഴമാറ്റത്തോടെ പുരോഗതി ദൃശ്യമാകുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുരുവിന് അല്ലെങ്കിൽ ഒരു ഗുരുതുല്യനായ ഒരാളുടെയോ സഹായവും ഉപദേശവും തേടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കൈവരുന്ന നേട്ടങ്ങളിലൂടെ പൊതുസമ്മതി നേടുന്നതാണ്. കക്ഷി രാഷ്ട്രീയത്തിലൂടെയുള്ള അനുഭവ ഫലങ്ങൾ കൈവരുന്നതാണ്. രാഷ്ട്രീയത്തിലൂടെയോ ഉന്നത ബന്ധങ്ങളിലൂടെയോ
തങ്ങളുടെ കുടുംബത്തിന് സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിൽ പുരോഗതിയും തിരിച്ചറിവും കാണുന്നുണ്ട്. തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ സംയുക്ത സംരംഭങ്ങൾക്കുള്ള, അതായത് പങ്കാളിത്ത ബിസിനസ് സംരംഭങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു. വ്യാഴ സംക്രമണത്തോടെ തന്നെ പുതിയ ഭൂമി വാങ്ങുന്ന യോഗവും ഒരു പുതിയ ഗൃഹത്തിലേക്കുള്ള താമസമാറ്റം നടക്കുന്നതുമായിട്ടാണ് തെളിയുന്നത്. നിലവിലുള്ള പ്രണയത്തിലൂടെ തന്നെ വിവാഹത്തിനുള്ള സാധ്യത കൈവരുന്നതായി കാണുന്നു. തങ്ങളുടെ സഹപാഠികളെ കണ്ട് സൗഹൃദങ്ങൾ പുതുക്കുന്നതിലൂടെ ജീവിതത്തിന് കൂടുതൽ അർത്ഥങ്ങൾ കൈവരുന്നു. പിതൃഭാവങ്ങളിലും സഹോദര സ്ഥാനങ്ങളിലും നിന്നുള്ള അനുകൂല ഭാവവും സ്നേഹവും സഹകരണവും നിലവിലുള്ള നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് ദൃഢത കൈവരുത്തുന്നു. പാചകത്തിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളാണ് ഈ വ്യാഴ സംക്രമണം ഉണ്ടാക്കുന്നത്. കൂടാതെ എഞ്ചിനീയറിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. സിനിമാ വ്യവസായ മേഖലയിലൂടെ കൈവരുന്ന കർമ്മങ്ങളും വളരെയധികം മെച്ചപ്പെടുന്നതാണ്. വസ്തുവ്യാപാര രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ രാജ്യങ്ങളിൽ ജോലിയോ കർമ്മരംഗവുമായി ബന്ധപ്പെട്ടോ സഞ്ചരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ വീട് നിർമ്മിക്കുവാൻ അനുകൂലമായ കാലമാണ്. മിഥുന രാശിയിലേക്ക് വ്യാഴം മാറുന്നതോടെ വലിയ തോതിലുള്ള ആശ്വാസമാണ് എല്ലാവർക്കും ലഭിക്കുക. കടങ്ങൾ, തൊഴിൽപരമായി നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയിൽ നിന്നുള്ള മോചനം സാധ്യമാവുന്നതാണ്. വ്യാഴം 2ലേക്ക് വരുമ്പോൾ 6, 8, 9 ഭാവങ്ങളിലേക്കുള്ള ദൃഷ്ടി ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി ഈ ഭാവങ്ങൾക്കും പുഷ്ടി ഉണ്ടാകുന്നതാണ്. അതായത് ആരോഗ്യപരമായി വളരെ മെച്ചമാണ് കാണുന്നത്. തങ്ങളുടെ കർമ്മരംഗങ്ങളിൽ ചെയ്യേണ്ടുന്ന ദൈനംദിന കർമ്മങ്ങൾ മുടക്കമില്ലാതെ ഭംഗിയായി ചെയ്യുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. പൂർവികരുമായി ബന്ധമുള്ള ജോലി, ബിസിനസ്, കർമ്മരംഗങ്ങൾ നിങ്ങളെ തേടി വരുന്നു. കൂടാതെ പൂർവികമായുള്ള കീർത്തി, സൽപ്പേര്, യശസ് തുടങ്ങിയവയും നിങ്ങൾക്ക് ബഹുമാനവും ആദരവും നേടിത്തരുന്നതായി കാണുന്നു. സർക്കാരുമായുള്ള നല്ല ബന്ധമാണ് 8ാം ഭാവത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ, അംഗീകാരങ്ങൾ, അനുമതികൾ തുടങ്ങിയവ വളരെ എളുപ്പത്തിൽ വന്നു ചേരുന്നു. കൂടാതെ നിലവിലുള്ള ജീവിതത്തിൽ നിന്നും സുഖസമൃദ്ധിയിലേക്കുള്ള ജീവിതപാത കണ്ടെത്തുവാനും സാധിക്കുന്നു. എങ്കിൽ തന്നെയും അപകീർത്തിപ്പെടൽ, ആരോപണങ്ങളിൽ ഉൾപ്പെടുക എന്നിവയും കാണുന്നതുകൊണ്ട് ഈ വ്യാഴമാറ്റ സംക്രമണ സമയത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് അഭികാമ്യമായിരിക്കും. നയപരമായ കാര്യങ്ങളിൽ വളരെ അനുകൂലമായ തീരുമാനം, ഉത്തമ വാഹന ലാഭം, സന്താന ലാഭം, സസ്പെൻഷനിലോ മറ്റ് ശിക്ഷണ നടപടികളിലോ കഴിഞ്ഞിരുന്നവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം, തൊഴിൽ സ്ഥലത്തിൽ മാറ്റം, ആരോഗ്യരംഗത്ത് പുരോഗതി, ഗൃഹലാഭം, ശത്രുശല്യം കുറയുന്നതാണ്, പിതൃജന ദുരിതം കുറയുന്നതാണ്, വിശേഷ വസ്ത്ര ആഭരണാദി ലാഭം, മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതാണ്. നിലവിലുള്ള ബിസിനസ്സിൽ അഭിവൃദ്ധി, സൗന്ദര്യവർദ്ധന, ബഹുമാനാദി ലാഭങ്ങൾ, തീർത്ഥാടനം, സർക്കാരിൽ നിന്നുള്ള എല്ലാവിധ അനുകൂലങ്ങളും സഹകരണങ്ങളും ഉന്നത വിദ്യാഭ്യാസ സിദ്ധിയും ഫലങ്ങൾ തന്നെയാണ്. വ്യാഴ സംക്രമണ സമയമെന്നത് ജന്മേ രാമവനേ ദുഃഖം എന്ന വചനമനുസരിച്ച് ശ്രീരാമന് വനവാസം വേണ്ടി വന്ന കാലമാണ്. തങ്ങളുടേതല്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ പലവിധത്തിലുള്ള ദോഷങ്ങൾ അനുഭവിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടുന്ന സമയം തന്നെയാണ്. സന്തോഷകരമായ ദാമ്പത്യസുഖം അനുഭവിക്കാൻ സാധിക്കുന്ന സമയമാണ്. ജീവിത പങ്കാളിയുമായോ വിപരീത ലിംഗത്തിൽപ്പെട്ട സുഹൃത്തുക്കളുമായോ ഉണ്ടായിരുന്ന സൗന്ദര്യ പിണക്കങ്ങൾ ഒത്തുതീർപ്പിലാവുന്നതാണ്. ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലായ്പ്പോഴും. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ നിലനിന്നിരുന്ന മന്ദത മാറുന്നതായി കാണുന്നു. ഇനി ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കാകട്ടെ തങ്ങളുടെ ആഗ്രഹം സഫലീകൃതമാകുന്നതാണ്. അവിവാഹിതർക്ക് വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പുണ്ടാകുന്നതാണ്. സിനിമ, കലാ, സാംസ്കാരിക രംഗത്തുള്ളവർക്കെല്ലാം തന്നെ നേട്ടങ്ങളാണ്. അർദ്ധ സർക്കാർ, സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രണയകാലമാണ്. പ്രണയം വിജയമാണ് കാണുന്നത്. തീർത്ഥാടന യാത്രകൾ നടത്തുന്നതോടൊപ്പം തന്നെ പിതൃക്കളുടെ അനുഗ്രഹവും നിങ്ങളിൽ വന്നു ചേരുന്നതായി കാണുന്നു. കലാകായിക പ്രവൃത്തികളിലും
സാഹസ പ്രവൃത്തികളിലും വളരെയധികം താല്പര്യവും വിജയവും പ്രതീക്ഷിക്കാവുന്നതാണ്. രോഗങ്ങളിൽ നിന്നുള്ള ശമനം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. എന്നാൽ തന്നെയും മാതൃ ദുരിതത്തിനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ മുഖാന്തരമോ വളർത്തുമൃഗങ്ങൾ മൂലമോ ഉള്ള നേട്ടം കാണുന്നുണ്ട്. ഇടവം രാശിക്കാർക്ക് ഈ വ്യാഴ സംക്രമണ ഫലമായി അവരുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നതായി കാണുന്നു. അതിന് കാരണമാകുന്നതാകട്ടെ വ്യാഴത്തിൻ്റെ അസ്തമയവും. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾ നിങ്ങളെ തേടി എത്തുന്നു. ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകുന്നതാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മികച്ചതായിരിക്കുമെന്നാണ് ഈ വ്യാഴ സംക്രമണത്തിൽ കാണുന്നത്. ജീവിതത്തിലെ ഏതു പ്രതിസന്ധിയെയും വളരെ പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നു. സാമ്പത്തിക സ്ഥിതി താരതമ്യേന മികച്ചതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ വ്യാഴമാറ്റം തികഞ്ഞ സന്തോഷവും സമൃദ്ധിയും സമാധാനവുമാണ് അനുഗ്രഹിച്ചു നൽകുന്നത്. ഈ വ്യാഴ സംക്രമണ കാലയളവിൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും മഹാവിഷ്ണുവിനെ ഭജിക്കുന്നതും വ്യാഴപ്രീതികരങ്ങളായ വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതായിരിക്കും. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ത്രിമധുരം വഴിപാട് ചെയ്യുന്നത് അഭികാമ്യമായിരിക്കും. ഇനി വഴിപാടുകളൊന്നും നടത്തുവാൻ സാധ്യമാവുന്നില്ലെങ്കിൽ കൂടി മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയോ പ്രാർത്ഥിക്കുകയോ മഹാവിഷ്ണുവിനെ ഭജിക്കുകയോ ചെയ്യുന്നത് വ്യാഴപ്രീതികരം തന്നെയാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.